കൃത്യമായി തോന്നുന്നു. കാരണം ഇവിടെ ഉള്ളവരൊക്കെ അത്രയും അടുപ്പമുള്ളവരാണ്. ഒരു പുസ്തക പ്രകാശന ചടങ്ങ് വളരെ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് വലിയ ഒച്ചപ്പാടുകളോ ബഹളമോ ഒന്നുമില്ലാതെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. രാജൻ കുറെ കാലമായി കഥകൾ എഴുതുന്നു. നല്ല കഥകളാണ്. തന്റെ ചുറ്റുപാടുകളിൽ കഥകളിലൂടെ വരാറുണ്ട്. ഇത്രയും വർഷങ്ങൾ എഴുതിയിട്ടും രാജൻ വലിയ, നേരത്തെ സക്കീർ പറഞ്ഞതുപോലെ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ മനസ്സിന്റെ കോണിൽ രാജന്റെ കഥകളുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഒച്ചപ്പാടുണ്ടാക്കാതെ പതുക്കെ നടന്നു വരുന്നത് പോലെ ആ കഥകളിൽ പതുക്കെ വന്ന് നമ്മുടെ മനസ്സിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. ജിബ്രാന്റെ പുസ്തകം നിവർത്തി സിദ്ധാർത്ഥൻ വായിക്കുന്നിടത്താണ് ഈ നോവല് തുടങ്ങുന്നത്. പുതിയ ഒരു കാലത്തിന്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ആ ബസ് സ്റ്റാൻഡിലെ രംഗങ്ങളും അതുപോലെ തന്നെ നഗരത്തില് സിദ്ധാർത്ഥൻ കാണുന്നതും അത് അനുഭവിക്കുന്നതുമൊക്കെ നമ്മുടെ ഒരു കാലത്തിന്റെ ചിത്രങ്ങളായി വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. വർത്തമാനകാലം വളരെ വ്യക്തമായി ഈ വരച്ചിടുകയാണ് രാജൻ ഗർവാരെ കൊണ്ട് ചെയ്യുന്നത്. ഒരു ദേശത്തിന്റെ വിനിമയ കാഴ്ചകളെ അങ്ങനെ വായനക്കാരുടെ ഹൃദയത്തിൽ എത്തിക്കുകയാണ്. ഞാൻ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണൻ വാണിമേലിന് പിന്നെ ഇവിടെ ഒന്നും പറയാനുണ്ടാവില്ല. കാരണം പുസ്തകം പരിചയപ്പെടുത്തി അത് സംസാരിക്കാനായി കുഞ്ഞിക്കണ്ണൻ വാണിമേല് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ചെറിയ ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം പരിചയപ്പെടുത്താൻ കുഞ്ഞിക്കണ്ണൻ വാണിമേലിനെ ക്ഷണിക്കുന്നു.